എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ അനുഗ്രഹീതമായ ദിവസം തന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിലൂടെ യാത്ര ചെയ്യുവാൻ എന്നോട് ഒരുമിച്ച് ഈ ജീസസ് എവരിഡേ പ്രോഗ്രാമിൽ തുടർമാനമായി പങ്കെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് അപ്പോസ്തല പ്രവൃത്തിയിലൂടെ ഒരു വലിയൊരു ഇമ്പാർട്ടേഷൻ ലഭിക്കുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം എത്തുന്നതിനുള്ളിൽ തന്നെ അപ്പോസ്തല പ്രവൃത്തി 29-ാം അധ്യായത്തിൻ്റെ അഭിഷേകം അത് നിങ്ങളിൽ കണ്ടിരിക്കും. ഈ കേൾക്കുന്നത് അധിക ശ്രദ്ധയോടെ കരുതുന്നുണ്ടെങ്കിൽ ഈ അധ്യായങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നമ്മെ കയറി പിടിക്കാൻ ഇടയായിത്തീരും. നമുക്കിന്ന് 20-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലേക്ക് ഒന്നുകൂടി വരാം. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ഇപ്പോൾ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് തന്നെ ബന്ധിച്ചു കൊണ്ടുപോകുന്നു. പരിശുദ്ധാത്മാവിലുള്ള ബന്ധനം അത് നമുക്ക് നന്മ മാത്രമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകുന്ന വഴിയിൽ ദുഃഖങ്ങൾ ഒരുപക്ഷെ വെല്ലുവിളികളെല്ലാം കണ്ടിരിക്കാം, എങ്കിലും അതിനപ്പുറത്ത് പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളവും ഉണ്ടാവും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, കൂരിരുൾ താഴ്വരയെ കൂടി പോയാലും എനിക്ക് പേടിയില്ല, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. പരിശുദ്ധാത്മാവാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിൽ എന്തൊക്കെയോ അനുഗ്രഹങ്ങളുടെ സാധ്യതകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആത്മാവിൽ ബന്ധിക്കപ്പെടുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അതായത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ആഹ്വാനവും നിയന്ത്രണവും കൊണ്ട് പൗലോസ് മുന്നോട്ട് പോകുന്നു. ശക്തമായ ആഹ്വാനം, ശക്തമായ നിയന്ത്രണം. ഇതൊരു ദൈവികമായ നിർബന്ധമാണ്. ഇതൊരു ശാരീരികമായി ആരെങ്കിലും കയറി പിടിക്കുന്നത് പോലെയല്ല. പൗലോസിന് ആത്മാവിൽ മുന്നേറാൻ അറിയാം. നാളുകൾ കർത്താവിൻ്റെ കൂടെ നടന്ന് തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം പൗലോസ് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ആത്മാവിൻ്റെ നേതൃത്വത്തിലാണ് യെരുശലേമിലേക്ക് പോകുന്നത്. പൗലോസ് അല്ല ശരിക്ക് പോകുന്നത്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അങ്ങനൊരു അനുഭവം ഈ വർഷം മുതൽ നമുക്കുണ്ടാണ്. നമുക്ക് പലതും താല്പര്യമല്ല, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിർബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മെ സത്യത്തിൽ, സകല സത്യത്തിലും വഴി നടത്തും. ഒരു വലിയ നിർബന്ധം, ആത്മാവിൻ്റെ ഒരു നിർബന്ധം. ആ ഒരു നിർബന്ധം നമ്മെ ജയത്തിലേക്ക് നയിക്കും. ദാവീദ് രാജാവായിരിക്കുന്ന കാലത്ത് ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ ദാവീദിന്റെ ഹൃദയത്തിൽ സാത്താൻ തോന്നിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ സാത്താനും ചില തോന്നലുകളും നിർബന്ധങ്ങളും ഒക്കെ മനുഷ്യ ജീവിതത്തിൽ ചെലുത്താം. എന്നാൽ പുതിയ നിയമസഭയെ അറിയണം, അതിനേക്കാൾ ശക്തിയോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ദൈവ പൈതലിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. പാപത്തിൻ്റെ സാധ്യതകളെല്ലാം ഒഴിഞ്ഞു മാറി ജയത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ പരിശുദ്ധാത്മാവ് നടത്തൂ. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം അനുസരണത്തിൻ്റെ ബന്ധനമാണത്. അത് ദൈവസ്നേഹത്താൽ ഉളവായ ഒരു അനുസരണമാണ്. അനുസരണത്തിൻ്റെ ബന്ധനം. ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവാത്മാവ് പറഞ്ഞത് അനുസരിക്കാൻ വേണ്ടി തൻ്റെ മേലൊരു ശക്തിയേറിയ വ്യാപാരം. അടുത്തത് ദൈവിക വിളിയുടെ ശക്തിയാണത്. ആത്മാവിൻ്റെ വിളി മനുഷ്യൻ്റെ സൗകര്യങ്ങളെക്കാൾ ശക്തമാണ്.
അപ്പോൾ അതൊരു ദൈവിക വിളിയാണ്. ദൈവം നമ്മെ വിളിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ദൈവികമായ ഒരു നിർബന്ധം, പരിശുദ്ധാത്മാവിൻ്റെ ബന്ധനം. ഇടത്തോട്ടോ വലത്തോട്ടോ വിടുന്നില്ല. ദാവീദ് അതിനെക്കുറിച്ച് 139 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നീ മുൻപും പിൻപും അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായി വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. എൻ്റെ വഴികളെല്ലാം നീ അടച്ചു, നിന്റെ കൺട്രോളിലേക്ക് ഞാൻ വന്നു. എനിക്ക് എൻ്റേതായ വഴിയിൽ ഓടിപ്പോകാൻ കഴിയുന്നില്ല, നീ എന്നെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഈ ഒരു അനുഭവം. ചിലർ ചോദിക്കുക, കർത്താവ് എത്ര നാളായി ഇങ്ങനെ ഇരിക്കുന്നു? കർത്താവ് എത്ര നാൾ എനിക്ക് എൻ്റെ വഴിയിലൂടെ നടക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കും? ചില സമയത്ത് നമ്മൾ സ്റ്റക്കായിരിക്കുന്ന പോലെ തോന്നുമല്ലേ? അത് പരിശുദ്ധാത്മാവ് എന്തോ നമ്മെക്കുറിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില വഴിക്ക് നീങ്ങാനും നമുക്ക് പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് തന്നെ വളരെയധികം സങ്കടം തോന്നും. ചില സമയത്ത് കർത്താവ് അങ്ങനെ നമ്മെ ഇരുത്തുന്നതാണ്. ഏതോ ഒരു വലിയ യാത്രയ്ക്ക് മുമ്പുള്ള ഇരിപ്പാണെന്ന് കൂട്ടിയാൽ മതി. തെറ്റായ ഓട്ടത്തേക്കാൾ വൈകി നമുക്ക് ദൈവം ഒരുക്കുന്ന ശരിയായ സമയത്തിൻ്റെ ഓട്ടമാണ് നമുക്ക് വേണ്ടത്. വൈകിയെന്ന് തോന്നിയാലും അത് വൈകിയതല്ല, അത് ദൈവത്തിൻ്റെ സമയമാണ്. അങ്ങനെ ദൈവിക സമയത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ആത്മീക സ്വാതന്ത്ര്യത്തിനുള്ള വഴിയാണ് ബന്ധനം. ആത്മാവിനോട് ബന്ധിക്കപ്പെടുമ്പോൾ മനുഷ്യ ഭയങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. നോക്കണേ, ആത്മീക സ്വാതന്ത്ര്യമാണത്. ഈ ബന്ധനം ആത്മീക സ്വാതന്ത്ര്യമാണ്. ഈ ബന്ധനം വളരെ സന്തോഷം കൊണ്ടുവരുന്നതാണ്. ഈ ബന്ധനം വളരെ സമാധാനമുള്ളതാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ യാതൊന്നിനും എന്നെ ക്രിസ്തുവേശുവിലുള്ള സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ റോമാലേഖനം 8-ാം അധ്യായത്തിൽ അങ്ങനെ പറയാനുള്ള ധൈര്യം ഈ സ്നേഹത്തിൻ്റെ ബന്ധനത്തിലാണ് ഞാൻ പെട്ടിരിക്കുന്നത്. ദൈവിക സ്നേഹം ശരിക്ക് ഒരു ആനന്ദത്തിൻ്റെ ബന്ധനമാണ്. ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയാതിരിക്കട്ടെ, ആത്മാവ് കൊണ്ടുപോകുന്നു. ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ഫിലിപ്പോസിനെ ദൈവാത്മാവ് നിർജ്ജന പ്രദേശത്തേക്ക് നയിച്ചു. ഇവിടെയെല്ലാം പരിശോധിച്ച് നോക്കി, ഇവിടെയെല്ലാം അവർ ജീവിതത്തിൽ അനുഗ്രഹത്തിലോട്ടാണ് എത്തിച്ചേർന്നത്. ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും ഉയർപ്പിക്കും, നമ്മെയും ജീവിപ്പിക്കും. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് നന്മയിലേക്ക് നമ്മെ പിടിച്ചുകൊണ്ടുപോകുന്ന, വലിച്ചുകൊണ്ടുപോകുന്ന, രൂപാന്തരപ്പെടുത്തി പുതുക്കിക്കൊണ്ടുപോകുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ മുന്നോട്ട് പോകാൻ കർത്താവ് ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് കൃപ തരട്ടെ. യെഹെസ്കേൽ 47 ദൂതൻ 1000 മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി എന്ന് വായിക്കുന്നു. കടക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല, ദൂതൻ കടക്കുമാറാക്കി. ഞാൻ അതിലെ പോയേ മതിയാവും. പിന്നീട് നമുക്ക് കാണാം, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു വലിയ നദിയായിട്ടത് മാറി. ആ നീന്തൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഇരുകരയിലും അനേക വൃക്ഷങ്ങൾ നിൽക്കുന്നതും വളരെയധികം പേരിന്ന് മീൻ പിടിക്കുന്നതും ഒക്കെ കാണുകയാണ്. ഒരു സമൃദ്ധിയും ഒരു സന്തോഷവും ഒരു പച്ചപ്പും ഒരു ആനന്ദവും ഈ നദിയോട് ബന്ധപ്പെട്ട് എല്ലാവർക്കുമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിൽ ഒഴുകുവാൻ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു. ദൂതൻ അതിന് നമ്മെ നിർബന്ധിക്കുന്നു, കടക്കുമാറാക്കുന്നു. ഈ ആത്മനദിയിലേക്ക് ഇറങ്ങുവാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നിർബന്ധിക്കുകയാണ്.
ഇവിടെയെല്ലാം കാണുന്നത് നമ്മൾ അത് തന്നെയാണ്. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. അതിൻ്റെ അർത്ഥം ഞാനല്ല ഇതിനെ നേരിടുന്നത്, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് വരുന്ന വിഷയങ്ങളിൽ ഞാൻ തകർന്നു പോകുന്നില്ല, ഞാൻ പേടിക്കുന്നില്ല, ഞാൻ തളരുന്നില്ല, ഞാൻ മനസ്സുമെടുക്കുന്നില്ല. കാരണം ഞാനല്ല നേരിടുന്നത്, എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എല്ലായിടത്തും പറയുന്നുണ്ട്, വലിയ വിഷയങ്ങൾ വരുന്നുണ്ട്, വലിയ കഷ്ടപ്പാട് വരുന്നുണ്ട്. എന്നാൽ അത് വരുമ്പോൾ അത് വന്നതുപോലെ എനിക്ക് തോന്നുന്നില്ല. ആ വിഷയമൊന്നും എനിക്ക് വിഷയമായിട്ടേ തോന്നുന്നില്ല. ഇതാണ് ക്രിസ്തീയ ജീവിതം. വിഷയങ്ങൾ വരും, എന്നാൽ പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളത് കൊണ്ട് അത് അതിജീവിക്കാനുള്ളതൊക്കെ ദൈവം നമുക്ക് തരും. ആ വിഷയം ഒരു സാധാരണ മനുഷ്യനാണ് വരുന്നതെങ്കിൽ ആ വ്യക്തിക്കത് താങ്ങാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് വരുമ്പോൾ നമുക്കതിന് നിസാരമായിട്ട് അതിജീവിക്കാൻ കഴിയുന്നത്, ആ വിഷയം വന്നിട്ട് അതൊരു ഭാരമായി തോന്നിയില്ല. അവരെന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല എന്നൊരു മദ്യപിക്കുന്നവരെ കുറിച്ച് സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ, അവരെന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അതുപോലെ വേദനകൾക്ക് മീതെ ഓവർഫ്ലോയായി നിൽക്കുന്ന പരിശുദ്ധയാത്മാവ് വരുന്ന വിഷയങ്ങളെ തരണം ചെയ്യാൻ നമ്മെ, സന്തോഷത്തോടെ സഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ നിറഞ്ഞ അപ്പോസ്തലന്മാർ ഒരു പോയിടത്തെല്ലാം പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിലാണ് സഭ വളർന്നത്, ആ പ്രശ്നങ്ങളിലാണ് ദൈവവേല വളർന്നത്. സഭയ്ക്ക് വലിയൊരു ഉപദ്രവം നേരിട്ടു. പിന്നെ നമ്മൾ കാണുന്നു പട്ടണങ്ങളിൽ വലിയ സന്തോഷം, പുരുഷന്മാരുടെ സംഖ്യ തന്നെ വളരെയധികമായി, സഭ എണ്ണത്തിൽ പെരുകി, ഭൂമി മുഴുവനും സുവിശേഷത്തിലേക്ക് ചലിച്ചു. ഉപദ്രവങ്ങൾ കൊണ്ടൊന്നും കഷ്ടപ്പാടുകൾ കൊണ്ടൊന്നും ദൈവസഭയെ തേച്ച് മായ്ച്ച് കളയാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയെ ഉണ്ടാക്കാൻ ദൈവം വാക്കുകൾ പറഞ്ഞപ്പോൾ ചലിച്ച ആത്മാവാണ്. വിരോധികളും എതിരാളികളും വിമർശകരും സുവിശേഷത്തിനെതിരെ നിൽക്കുന്നവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവുണ്ട്. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. ഈ ആത്മാവിനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ആത്മാവിൽ നിറഞ്ഞ് ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരും. ആത്മാവിൽ സഞ്ചരിക്കുക. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കേട്ട എല്ലാവർക്കും ഒരാത്മീക ചലനമുണ്ടാകട്ടെ, ഒരാത്മീക മുന്നേറ്റമുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, സകല സത്യത്തിലും ഞങ്ങളല്ല, അവിടെ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകണമേ. ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പോകാൻ മടിയുള്ള സ്ഥലമുണ്ട്. എന്നാൽ അവിടുത്തെ നിയോഗവും അവിടുത്തെ ഹിതവും അവിടെ ഞങ്ങൾ പോകണമാ എന്നാണെങ്കിൽ അതിന് വേണ്ടിയുള്ള നിയോഗങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകണം. യേശുവിൻ നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവ് നിയോഗങ്ങളുടെ ആത്മാവാണ്. നമ്മെ സകല സത്യത്തിന് വഴി നടത്തും. ഇന്ന് നമുക്ക് സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുണ്ട്. സംബന്ധിക്കാൻ രാവിലെ 10:30 നിങ്ങൾക്ക് അവസരമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. ദൈവ